അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിനെ ആമേൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ചെറിയ ബ്രദർ, അപ്പോൾ തന്നെ മീറ്റിങ്ങിനെ കണ്ടക്ട് ചെയ്യുന്ന ബീന സിസ്റ്റർ, കുടുംബം, എല്ലാവർക്കും ക്രിസ്തുവേശ്വരുള്ള സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. അപ്പോൾ തന്നെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായി ക്രിസ്തുവേശ്വരുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ആമേൻ 2026 മെയ് മാസം 1-ാം തീയതിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു പുതിയൊരു സീസൺ, പുതിയൊരു തലം നമ്മുടെ മേൽ കർത്താവ് തുറന്നു തരട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നായിരിക്കാം. ഒരു നിമിഷമായിരിക്കുന്ന ഇടങ്ങളിൽ കടകളെ അടച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം ആത്മാവിൽ ചില നിമിഷങ്ങളിൽ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ലെമറഗതിയാം പ്രബദല ഘടകശിബിരിയാം പ്രബദന അസപ്രബാലകർച്ചന റിബിനിയ ശബാലകദനം ലീബ്രബലഘടക ചുനതലകശ്യാം പ്രബൽക്കമലഘടകദന റൈസ് സഫേനിഷ്മനതലകസ്യാം പ്രബാലകദന റിബാനഗതരഘടകസ്യാം പ്രബൽക്കമലഘടകദന റിബാനാക്കസറ്റേരിയാന്തോ റിബിനിയ ശമാലഹേ പ്രബാനിയാന്തൽക്കമന. അവൻ അസാധാരണമായ ദൈവിക സൗഖ്യങ്ങൾ ഈ ആദ്യ സമയങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് ചിലരുടെ ശരീരങ്ങളിൽ മേൽ, ബോഡിയുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. റബാന ഹസപ്രബല ഘടകഥനം. പ്രത്യേകിച്ച് ഈ ഇടതുഭാഗവുമായി ബന്ധപ്പെട്ട് അമേൻ ഈ സ്ട്രോക്ക് പോലെ, അല്ലെങ്കിൽ ഈ അമേൻ ചലിക്കാൻ കഴിയാത്ത ഒരു മേഖല പോലെ അമേൻ ആയിരിക്കുന്ന ചിലരുടെ മേൽ ഒരു ഫയർ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ആരെങ്കിലുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഞാൻ വ്യക്തമായി കാണുകയാണ് ആ വ്യക്തിയുടെ മേൽ ഒരു ഡിവൈൻ ഒരു ഹീലിംഗ്, പ്രത്യേകിച്ച് ആ ശരീരത്തിന്റെ മേൽ ഒരു ഫയർ ഇറങ്ങുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. തലമേൽ ഒരു ഫയർ ഇറങ്ങുന്ന കാഴ്ച കാണുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ വ്യക്തി എഴുന്നേൽക്കാൻ പോവുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. I release that fire. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര ഹീലിംഗ് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ശരീരം ചൊറിഞ്ഞു പൊട്ടുക എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇതിനകത്തുണ്ടോ? ശരീരം ചൊറിഞ്ഞു പൊട്ടുക, അങ്ങനെയുള്ള അലർജി, അങ്ങനത്തെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ശരീരം ഈ അലർജി കൊണ്ട് ചൊറിഞ്ഞു പൊട്ടുക. അതാരായിരുന്നു? വേണുഗോപാലൻ. പ്രാർത്ഥിച്ചോ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഒരു തീ ഇറങ്ങാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ right now in the mighty name of Jesus. ഇപ്പോൾ ഒരു ഫയറിന്റെ മേൽ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന് മേൽ, ആ തൊക്കിന് മേൽ, ആ ബ്ലഡിന് മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുകയാണ്. You are healed in the mighty name of Jesus. നിങ്ങൾ ഹീലാണ്. സൗഖ്യമായിരിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിച്ച് ക്രാഫ്റ്റിന്റെ അറ്റാക്കുകളെ കർത്താവ് അഴിച്ചു കളയുകയാണ്. അവൻ അതിനെ കത്തിച്ചു കളയുകയാണ്. റബ കസിയാം പ്രബാല ഗധുരഘടകസിയം ദൽക്കമാന വർധന വൈഷപ്രഭാനി ഖമോറിയാന്തൽ കമാന ഘടക ശിഖേനിയാന്തൽ കമാന വർധന വൈഡമന ഘടകധന ഈ ദിവസങ്ങൾ ഈ ചില ദിവസങ്ങളായിട്ട് ഈ കണ്ണു മങ്ങുന്നത് പോലെ അങ്ങനെ ഫീൽ ആകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ട്? ഈ ദിവസങ്ങളിൽ, ഈ ചില ദിവസങ്ങളായിട്ട്, നീണ്ട നാളുകളായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ഈ ഒരു ചെറിയൊരു പർട്ടിക്കുലർ ഈ ടൈമിനകത്ത് ഈ കണ്ണു മങ്ങുക, അങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കമന പ്രാർത്ഥിച്ചാട്ടെ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. കമന. ഓ ദൈവസാന്നിധ്യം, ദൈവശക്തി റബ കസിയാന്തൽ കമന. ആ കണ്ണിലോട്ട് തൊട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർ ഇപ്പോൾ കണ്ണിലോട്ട് തൊട്ട് പ്രാർത്ഥിക്കാം. യെസ്. ഇപ്പോൾ തന്നെ ഒരു ഡിവൈൻ ഹീലിംഗ് സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് സംഭവിക്കട്ടെ. റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഞാൻ അത് തന്നെ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ചെടുക്കുക. റബന ഹഷിയാന്തൽ കമന യേശുവിന്റെ നാമത്ത് തെളിഞ്ഞു വരട്ടെ. റൈറ്റ് നൗ തെളിഞ്ഞു വരട്ടെ. ഇപ്പോൾ തന്നെ കണ്ണുകൾ തെളിഞ്ഞു വരട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ഞാൻ ആ കണ്ണുകളെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഓ റാഠാലഭാഷിയാന്തൽക്കമന, ഓ റബലഗസിയാംദാരബർധന വൈഡബലഘടകധന. പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകൾ അടച്ച് ചില നിമിഷങ്ങളും കൂടെ ഇത് പ്രാർത്ഥിച്ചാട്ടെ. റബാഷിയാന്തൽക്കമന ലീമ റബബബബബ ഷെകേറ്റേരിയ പ്രബാലഗു റബർകബോ ശബാനിയ ധോ റബലഗസിയാംദല റീബകസിയാന്തൽ കബരഘടകധന റഗശികേരിയാന്തൽ കമാന വർധന റീമിനിയാന്തൽ കമാന ഗജനഗധന. ഓ റീബ്രഗത്തേനിയാസ്മാർത്തേനിയാന്തല. ആമേൻ. ബിനസിസ്റ്റർ, ദൈവാത്മാവ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് പ്രവചിക്കുന്നു. നിങ്ങളുടെ മേൽ കർത്താവ് അസാധാരണമായിട്ടുള്ള ചില ഓപ്പണിങ്ങുകളെ കൈമാറാൻ പോവുകയാണ്. യെസ്. അസാധാരണമായ ഓപ്പണിങ്ങുകളെ ആമേൻ. അത് എവിടെ നിന്ന് എങ്ങനെ തുറക്കുന്നെന്ന് നിങ്ങൾ പോലും നിങ്ങളെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ കർത്താവ് അങ്ങനെയുള്ള ചില ഡോറുകൾ, അങ്ങനെയുള്ള ചില വാതിലുകൾ, അങ്ങനെയുള്ള ചിലത് നിങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് തുറക്കുകയാണ്. റബനഗസിയാന്തൽ കമന ലീബ്രബനഘടകധന റൈൻടോറിയാസ്മാറഗധനഘടകശ്യാന്തൽ കമന റാംധേരിയാന്തൽ കമന റൈകെറ്റേരിയാലബ നേബ്രഗനഘടകധന ലീബ്രഗസിയാന്തൽ കമന റൈറ്റോ പ്രബനഗസിയാന്തൽ കമന. അത് തുറന്നു വരികയാണ്. പലപ്പോഴും അടഞ്ഞുപോയ ഒന്ന് ഇന്ന് പകലിൽ സ്വർഗം തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആസ് എ പ്രോഫറ്റ് ഐ മീൻ ഡിക്ലെയർ, ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുക, നിങ്ങളുടെ മേൽ അതിനെ റിലീസ് ചെയ്യുകയാണ്. ഐ റിലീസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ലീബ്ര കറ്റേരിയാന്തൽ കമന. വസ്തുക്കളുടെ മേലുള്ള ലോക്കുകൾ ഈ അന്തരീക്ഷത്തിൽ അഴിയുക. അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ നിങ്ങളുടെ മേൽ അത് കണക്ട് ആവുകയാണ്. ആ ഡെലിവറൻസുകൾ കണക്ട് ആവുകയാണ്. ആ ഡെലിവറൻസുകൾ നിങ്ങളിലേക്ക് റിലീസ് ആവുകയാണ്. റബന ഷെഖന ഹസി പ്രബന ഘടകധന. അങ്ങനെയുള്ള ലോക്കുകൾ ഇതിനകത്ത് എത്ര പേരിയ്ക്കുന്നോ അത് കർത്താവിന് വിഷയമല്ല. എത്ര പേരിരുന്നാലും അതിനകത്ത് ആമേൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ടൈം ആ ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കുകൾ അഴിയുകയാണ്.
കുരുക്കുകൾ അഴിയുകയാണ് യേശുവിന്റെ നാമത്തിൽ. കുരുക്കുകൾ അഴിയുക. റിസീവ് റിസീവ് റിസീവ്. നിങ്ങൾ അതിനെ സ്വീകരിച്ചെടുക്കുക, അതിനെ സ്വീകരിച്ചെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കുകൾ അഴിയുകയാണ്, കുരുക്കുകൾ അഴിയുകയാണ്. റാറ്റലമര ഹദുര ഘടകതന വൈശ പ്രബലകസ്യാന്തൽ കമന ലേബ്രമാനി അസുഖോറിയാന്തൽ കമന ഘടകതന. ആമേൻ. ഇതിനകത്ത് ആമേൻ ചില പ്രൊമോഷനുകൾ തേടി വരാൻ പോകുന്നു. ചിലരുടെ മേൽ പ്രൊമോഷനുകൾ വന്നു ചേരാൻ പോവുകയാണ്, പ്രൊമോഷനുകൾ വന്നു ചേരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിലായി. റിലീസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് നേഴ്സ് അങ്ങനെയുള്ള ജോബുമായി വർക്ക് ചെയ്യുന്ന ചിലരുടെ മേൽ അങ്ങനെ റബന ഷെഹനിയന്തല പ്രൊമോഷനുകൾ വന്നു ചേരാൻ പോകുന്ന ആത്മാവ് പ്രവചിക്കുന്നു. നിങ്ങളുടെ മേൽ അടുത്തൊരു പ്രൊമോഷനെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയാണ്. ആ റാറ്റലമ സിയാന്തൽ കമന റീബ്രബന ഘടകതന റബദല ഘടകതന ചില കുടുംബങ്ങളുടെ സ്ഥിതികളെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. കുടുംബങ്ങളുടെ സ്ഥിതികളെ ലീബ്ര കറ്റോറിയാന്തല കുടുംബങ്ങളുടെ സ്ഥിതികളെ യേശുവിന്റെ നാമത്തിൽ സ്ഥിതികൾ മാറുന്നു. ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുകയാണ്. സ്ഥിതികൾ മാറുകയാണ്. സ്ഥിതികൾ മാറുകയാണ്. പിശാച് പല മേഖലകളിൽ കുരുക്കിയിട്ട്, പല മേഖലകളിൽ ഒതുക്കിയിട്ട് നിന്റെ സ്ഥിതി വല്ലാത്താക്കി കളഞ്ഞ മേഖലയിൽ നിന്ന് ഇന്ന് ഹോളി സ്പിരിറ്റ് അടുത്തൊരു സ്ഥലം നിന്റെ മേൽ തുറക്കുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു, കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ? ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വേർഡിനെ റിലീസ് ചെയ്യുകയാണ്. നിന്റെ സ്ഥിതികൾ മാറാൻ പോകുന്നു. മാരേജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മാരേജിനു വേണ്ടി തലമുറകളുടെ മാരേജ് ആകട്ടെ, അല്ല ഇതിനെ ുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മാരേജിനകത്ത് നിങ്ങളുടെ വെഡിങ് അങ്ങനെയുള്ള മേഖലയിലേക്ക് കർത്താവ് ആ ഡിലേകളെ ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ദൈവം ഒരു ഏഞ്ചലുമായി ഏഞ്ചലിനെ നിങ്ങൾക്ക് വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മാരേജ് നടക്കണം, ഒരു വെഡിങ് നടക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു ഏഞ്ചൽ വഴി ഒരുക്കുന്ന ഏഞ്ചൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ Thank you, Father. Thank you, Father. Thank you, Father. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവെ, തുടർന്നുള്ള ഓരോ നിമിഷങ്ങളും ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾ നിർത്തുമാറാകണം. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് തന്നെ പരിപൂർണമായ നിയന്ത്രണത്തെ ഏറ്റെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രവചിക്കപ്പെട്ട ഈ പ്രവചനങ്ങൾ 100% അതിനകത്തൊരു മാറ്റവും ഇല്ല. അത് സംഭവിക്കാൻ പോകും. 100% ലബാസിഖേനിയാന്തല എന്റെ അകത്ത് അത്രയും കൺഫേം ആക്കി നൽകിയ പ്രോഫസികളായതെല്ലാം. ആമേൻ. അത് ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ആരൊക്കെ ഇതിനകത്തുണ്ടോ അവരുടെ മേലെല്ലാം അത് സംഭവിക്കാൻ പോകുന്നു. ആമേൻ. ഒരുപക്ഷെ ഇന്ന് ചിലപ്പം ചിലർക്ക് അതിനകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ അവരോടും ആത്മാവ് പ്രവചിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തീകരണങ്ങളെ അയക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. വലിയ സാക്ഷ്യങ്ങളായി മാറട്ടെ. വേഗത്തിൽ നമുക്കൊരു വചനത്തിലേക്ക് പോകാം. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഒരാൾ ശബ്ദമുയർത്തി വേഗത്തിൽ വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 18.
കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതെ, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആമേൻ. യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആമേൻ. ഈ അരുളപ്പാടുണ്ടായപ്പോൾ വചനം പറയുന്നു, നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്കാം. ഒന്ന് പറയാമോ? ആഹാബിനെ നിന്നെ തന്നെ കാണിക്കാം. ആമേൻ, ആമേൻ. കഴിഞ്ഞ സീസണിൽ ഏലിയാവിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയ ആഹാബിനെ ആമേൻ അവന്റെ മുമ്പാകെ ഏലിയാവേ, ഈ സീസണിൽ നീ നിന്നെ തന്നെ കാണിക്കണം. യെസ് യെസ്. കഴിഞ്ഞ സീസണിൽ നിന്നെ തകർക്കാൻ നിന്ന രോഗത്തിന്റെ മുൻപിൽ ഈ സീസണിൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തേണ്ട സീസണാണ്. റബനഗസിയന്തല. കഴിഞ്ഞ സീസണിൽ അവൻ നിന്നെ തകർക്കാൻ നിന്ന ദാരിദ്ര്യത്തിന്റെ മുമ്പാകെ നീ നിന്നെ തന്നെ കാണിക്കേണ്ട സമയമാണിത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇന്നലകളിൽ നിന്നെ തകർക്കാൻ നിന്ന പൈശാചിക മണ്ഡലങ്ങളും അതിന്റെ പദ്ധതികളുടെ മുമ്പാകെ ഈ സീസണിൽ ആത്മാവ് പ്രവചിക്കുന്നു, നീ നിന്നെ തന്നെ കാണിക്കണം. ബീന സിസ്റ്ററെ, നിങ്ങളെ ഈ സീസണിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. റബന ഹസപ്രഭന ചെറിയരച്ച, നിങ്ങൾ നിങ്ങളെ തന്നെ മുംബൈയിൽ ദൈവം നിങ്ങളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ സീസണിൽ സ്വർഗത്തിന്റെ അരുളപ്പാട്, അവൻ ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പകലിൽ ശക്തമായി ഇടപെടുന്നു. അവൻ ഇത് നിങ്ങളെ തന്നെ വെളിപ്പെടുത്തേണ്ട സീസണാണ്. അവൻ ഇത് നിങ്ങളെ തന്നെ അവൻ നിങ്ങളെ കഴിഞ്ഞ സീസണിൽ ആരാണോ തകർക്കാൻ നിന്നത്, ആരാണോ നശിപ്പിക്കാൻ നിന്നത്, ആരാണോ മുടിക്കാൻ നിന്നത്, ആ പൈശാചിക മണ്ഡലത്തിന്റെ മുമ്പാകെ നീ ആരാണെന്ന് വെളിപ്പെടുന്ന സീസണാണ്. അങ്ങനെ തന്നെ ആത്മാവി പ്രവചിക്കുക, നീ ആരാണ് എന്ന് വെളിപ്പെടുന്ന സീസണാണ്. ഇന്നലകളിൽ അവൻ ആ പ്രശ്നങ്ങൾ, ആ പ്രതികൂലങ്ങൾ അവൻ നിനക്കെതിരെ കയറി വന്നിട്ട് അവൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു, നിന്നെ ഉടയ്ക്കുമെന്ന് പറഞ്ഞു, നിന്നെ ചിതറിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ സീസണിൽ യഹോവയുടെ അരുളപ്പാട് ഇതിനകത്തിരിക്കുന്നവരോട് വെളിപ്പെടുകയാണ്. ഈ സീസണിൽ അവൻ നിന്നെ തകർക്കാൻ നിന്നതിന്റെ മുമ്പാകെ നീ ആരാണെന്ന് വെളിപ്പെടുത്താൻ പോകുന്ന സീസണാണ്. നീ തകർന്നു പോവുകയല്ല, ഉടഞ്ഞു പോവുകയല്ല, നീ ചിതറിപ്പോവുകയല്ല, നീ ആരാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവ് പ്രവചിക്കുന്നു, നീ ആരാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നീ ക്രിസ്തുവിൽ ആരാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നീ ദൈവത്തിന് ആരാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നീ ദൈവത്തിൽ ആരാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് ആരാ ഇത് പിടിക്കുന്നേ? ഈ പകലിൽ, ഈ മെയ് 1-ാം തീയതി ആരാ ഇത് പിടിക്കുന്നേ? അവൻ നിങ്ങളുടെ മേൽ ഒരു അരുളപ്പാടിനെ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യുകയാണ്. ഈ സീസണിൽ നീ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന സീസണാണ്. 2026 ഏപ്രിൽ 30-ാം തീയതി വരെ അവൻ നിന്നെ വെളിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നു. പക്ഷെ അവൻ 2026 മെയ് 1 അവൻ ഈ 6:15 സമയത്ത് ദൈവത്തിന്റെ അരുളപ്പാട് ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ റിലീസ് ആവുകയാണ്. ഈ സീസണിൽ നിന്നെ കഴിഞ്ഞ സീസണിൽ തകർക്കാൻ നിന്നത്, കഴിഞ്ഞ സീസണിൽ ഉടയ്ക്കാൻ നിന്നത്, കഴിഞ്ഞ സീസണിൽ ചിതറിക്കാൻ നിന്നതിന്റെ മുമ്പാകെ നീ ആരാണെന്ന് നിന്നെ തന്നെ കാണിക്കുന്ന സീസണാണെന്ന്. ചിലരുടെ മേൽ അസാധാരണമായ ബ്രേക്ക് ത്രൂ വെളിപ്പെടുന്നു. ഇതുവരെ എനിക്കൊന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഇതുവരെ എന്നെ കൊണ്ടൊന്നും സാധിച്ചില്ല, ഇതുവരെ ഞാൻ മറഞ്ഞായിരുന്നത്, ഇതുവരെ ഞാൻ മാറിയായിരുന്നത്. പക്ഷെ ഇന്നു പകൽ നിന്റെ ലൈഫിനെ മറ്റുള്ളവരുടെ മുമ്പാകെ നീ ആരാണെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം
നല്ലവണ്ണം നിന്റെ മേൽ ചില ദൈവീക ഇടപെടലുകൾ ഇന്ന് രാവിലെ ഉണ്ടാവുകയാണ്. പ്രാർത്ഥിച്ചോ. നീ ആരാണ് എന്ന് ആമേൻ ലോകത്തിന്റെ മുമ്പാകെ, ശത്രുക്കളുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ആ അരുളപ്പാട് നിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. ഏലിയാവേ, നിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. ഏറിയ നാൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, നീ മറഞ്ഞിരിക്കുകയാ. ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. മറഞ്ഞിരിക്കുക, പക്ഷെ കഴിഞ്ഞു. സീസൺ മാറുകയാണ്. ഈ പകൽ നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സീസണിലേക്ക് നീ ഷിഫ്റ്റ് ആവുകയാണ്. ഫയർ ചിലരുടെ മേൽ റിലീസ് ആവുകയാണ്. ആ ഫയർ ചിലരുടെ മേൽ റിലീസ് ആവുകയാണ്. ആ അരുളപ്പാട് ഒരു ഫയറായിട്ട്, ഒരു തീയായി ചിലരുടെ മേൽ ഇറങ്ങുകയാണ്. Yes. Lishaba Hatula Lemakaradiantora. Masiandel Kamalagadakadana. Yan Broko Secretary and the Prartujo. അന്യഭാഷകളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ ആരാധിക്കുക. സ്വീകരിച്ചെടുക്കുക. അവൻ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ ആരാണ് എന്ന് വെളിപ്പെടാൻ പോകുന്ന സീസണാണ്. അവൻ നീ ആരാണ്, നീ ക്രിസ്തുവിൽ ആരാണ്, നീ ദൈവത്തിനാരാണ്, നീ ദൈവത്തിൽ ആരാണ് എന്ന് ഈ സീസണിൽ വെളിപ്പെടും. ഈ സീസണിൽ വെളിപ്പെട്ടു വരും. ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഈ സീസണിൽ നിനക്ക് നീ അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ചിലരുടെ മേൽ അസാധാരണമായ ദൈവീക ധൈര്യങ്ങൾ, കറേജുകൾ വരികയാണ്. കറേജുകൾ റിലീസ് ആവുകയാണ്. ഭയങ്കര ധൈര്യം വെളിപ്പെടുന്നു. ഇന്നലകളിൽ ധൈര്യം ചോർന്നുപോയ മേഖലകളിൽ, ഇന്നലകളിൽ ഭയപ്പെട്ട മേഖലകളിൽ, ഇന്നലകളിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത മേഖലകളിൽ ഇന്ന് നിന്റെ മേൽ നിന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കറേജ് നിന്റെ മേൽ റിലീസ് ആവുകയാണ്. ഏലിയാവിനോട് ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഏലിയാവേ, നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. ആമേൻ. വെളിപ്പെടുത്തുക. ഒന്ന് പറയാമോ? ആമേൻ. ഇത് വിശ്വാസത്തോടെ ആരൊക്കെ പറയുന്നുണ്ടോ? നിങ്ങളെല്ലാം വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളെല്ലാം വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളെല്ലാം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോ വചനം പറയുന്നു, നിന്നെ തന്നെ കാണിക്കുക, നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കഴിഞ്ഞ ഒരു സീസൺ മറഞ്ഞിരിക്കുന്ന സീസണായിരുന്നു. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ആമേൻ, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടാനുള്ള സമയം ഉണ്ട്. അപ്പോൾ തന്നെ വെളിപ്പെടുന്നത് വരെ മറഞ്ഞിരിക്കേണ്ട ഒരു സമയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറഞ്ഞിരിക്കേണ്ട സമയം. ഒന്ന് പറയാമോ? ഇന്ന് പകലിൽ മറഞ്ഞിരിക്കേണ്ട സമയം.
ആമേൻ. ഈ മറഞ്ഞിരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു കീഴ്പ്പെടലിന്റെ ഒരു സമയമാണ്. ഭയങ്കര കീഴ്പ്പെടലിന്റെ സമയമാണ്. നമുക്ക് വെളിപ്പെടുത്താൻ വളരെ ഈസിയാണ്, അല്ലെ? നമുക്ക് നമ്മുടെ മിനിസ്ട്രി വെളിപ്പെടുത്താൻ, നമ്മുടെ ലൈഫിൽ നിന്ന് സക്സസിനെ വെളിപ്പെടുത്താൻ. പക്ഷെ ഈ ഒരു വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇങ്ങനൊരു മാനിഫെസ്റ്റേഷൻ നമ്മിൽ കൂടെ വെളിപ്പെടുന്നതിന് മുന്നേ നമ്മോട് ദൈവം പറഞ്ഞിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ഈ ടൈമിനെ ബിബ്ലിക്കലി മനസ്സിലാക്കാൻ കഴിയുന്ന ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണ്. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്തിരിക്കുന്ന ഇപ്പോൾ 43 ഡിവൈസ് ഉണ്ട്. ഈ 43 ഡിവൈസിനോട് ഞാൻ ആത്മാവിൽ ഇടപെടുകയാണ്, പ്രവചിക്കുകയാണ്, സംസാരിക്കുകയാണ്. ഈ 43 പേർക്കും ആമേൻ ദൈവം വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കേണ്ട ഒരു ടൈം പീരിയഡ് ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. മറഞ്ഞിരിക്കേണ്ട ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാം. മറഞ്ഞിരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവിക ടൈമിനകത്ത് ദൈവിക നിയോഗപ്രകാരം വെളിപ്പെടുത്താൻ കഴിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ മെയ് 1-ാം തീയതി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ഒരു പുതിയ സീസൺ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തുറക്കാൻ പോവുകയാണ്. നമ്മളെ തകർക്കാൻ നിന്ന, ഇന്നലകളിൽ നമ്മളെ നശിപ്പിക്കാൻ നിന്ന, ഇന്നലകളിൽ നമ്മളെ ചിതറിക്കാൻ നിന്ന ആഹാബിന്റെ മുമ്പാകെ നമ്മെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്ന സീസണാണ്. എന്നാൽ ഈ സീസണിലേക്ക് നമ്മൾ കയറണമെങ്കിൽ, ഈ ഒരു ടൈമിലേക്ക് നമ്മൾ കയറണമെങ്കിൽ, ഈ ദൈവീക കൈറോസ് ടൈമിനകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം മറഞ്ഞിരിക്കാൻ പറയുന്ന സമയത്തിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നവരാണോ? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞിട്ട് മറഞ്ഞിരിക്കുന്നുണ്ട്? മറഞ്ഞിരിക്കുന്നുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു മറഞ്ഞിരിക്കണം. ഈ ടൈമിൽ ഈ സമയത്ത് നീ ലോകത്തിന്റെ മുമ്പിൽ നിന്നെ വെളിപ്പെടുത്താൻ പോകരുത്. ഈ സമയത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകരുത്. പകരം ഈ സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് നീ മറഞ്ഞിരിക്കണമെന്ന് എത്ര പേരോട് ദൈവാത്മാവ് സംസാരിച്ചു? അതെ. ഞാനൊരു കാര്യം പറയാം. 43 ഡിവൈസിനോടും പറയാം, ദൈവം നമ്മളോട് മറഞ്ഞിരിക്കാൻ നമ്മൾ മറഞ്ഞിരിക്കും. ആമേൻ. ആമേൻ. നമ്മുടെ മേൽ ദൈവത്തിന്റെ വലിയ കോളിംഗ് ഉണ്ട്, നിയോഗങ്ങളുണ്ട്, ദൈവിക പദ്ധതികളുണ്ട്. പക്ഷെ ആ പദ്ധതികളെ നാം പൂർത്തീകരിക്കണമെങ്കിൽ, ആമേൻ, നമ്മൾ ദൈവിക പദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കെതിരെ പല വെല്ലുവിളികൾ വന്നേ തരണം ചെയ്ത് ആ ദൈവിക നിയോഗത്തെ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കേണ്ട സമയത്ത് നമ്മൾ മറഞ്ഞിരുന്ന് നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഹല്ലേലൂയ. വചനം പറയുന്നു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിലാണ് ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. അപ്പൊ ഏറിയ നാൾ കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ഇടപെടൽ ഏലിയാവിനുണ്ടാകുന്നത്. അപ്പൊ ഈ മറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത് നമ്മൾ ചോദിക്കും, കർത്താവെ നീ എവിടെയാ? എന്റെ അവസ്ഥകളെ നീ കാണുന്നില്ലേ? എന്റെ സാഹചര്യങ്ങളെ നീ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടോ? കർത്താവെ നീ എവിടെയാ? നീ എന്നെ കാണുന്നില്ലേ? എന്റെ അവസ്ഥയെ നീ മനസ്സിലാക്കുന്നില്ലേ? എന്റെ കൂടെ ഉണ്ടോ? നീ എന്നെ കാണുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഞാനൊരു കാര്യം പറയാം. അങ്ങനെ ആരെങ്കിലും ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, നിങ്ങളെ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന സമയമാണ്. അതെ, മറച്ചു വെച്ചിരിക്കുന്ന സമയമാണ്. ഈ ടൈം സോണിനകത്ത് നിങ്ങൾ ഇരിക്കേണ്ടത്, വചനം പറയുന്നു, അവന്റെ ബലമുള്ള കൈക്കീഴെ
താണിരിക്കണം. അപ്പൊ നമ്മള് വളരെ വിശ്വാസത്തോടെ ഇരിക്കണം. വളരെ നമ്മൾ പ്രാപിക്കേണ്ട ഒരു ജ്ഞാനം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്നാരും ഭയപ്പെടണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ആരെങ്കിലും ഒക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയാം, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളെ കർത്താവ് തന്റെ ബലമുള്ള കൈക്കീഴെ വഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവന്റെ വലം കൈയിലാണ്. ആമേൻ. ആ ദൈവത്തിന്റെ കരങ്ങളുടെ കീഴിലാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്. ഈ ടൈം സോണിനെ ഒരു വ്യക്തി അറിയാതെ, ആ ടൈം സോണിൽ ദൈവം വെച്ചിരിക്കുന്ന ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചാടി പുറത്തു പോയി കഴിഞ്ഞാൽ, നമ്മളെ ദൈവം വെളിപ്പെടുത്താൻ വെച്ചിരിക്കുന്ന ആ റൈറ്റ് ടൈമിൽ നമുക്ക് വെളിപ്പെടാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങൾക്കറിയാമോ, ദൈവം മോശയുടെ മേൽ വലിയൊരു നിയോഗം വെച്ചിരുന്നു. വലിയൊരു നിയോഗം. ആ നിയോഗത്തിന്റെ പ്രത്യേകത, 400 വർഷം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ്? 400 വർഷം മിസ്രൈമിൽ നിന്റെ തലമുറ പരദേശികളായി പാർക്കും. ആമേൻ. പരദേശികളായി പാർക്കും. എന്നിട്ട് ഞാൻ അവരെ അവിടെ കൊണ്ടുവരും. അപ്പൊ മോശയെ ദൈവം ആമേൻ സ്വർഗത്തിൽ നിന്ന് സെൻഡ് ചെയ്യുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് മോശയുടെ മേൽ ഒരു ഡിവൈൻ കോളിംഗ് ഇട്ടിരിക്കുകയാണ്. നീ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരണം. ആമേൻ. എന്നാൽ ഈ നിയോഗം ആമേൻ മോശയുടെ മേൽ കിടക്കുമ്പോൾ മോശയ്ക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൈവീക കോളിംഗ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇത് എപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? എൻ്റെ മേലൊരു കോളിംഗ് ഉണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ആ മേഖലയെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു കോളിംഗ് ഉണ്ട്. ആമേൻ. അപ്പോ ഈ മോശയുടെ മേൽ എപ്പോഴും ഈ കോളിങ്ങിന്റെ ചലനം തനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഏകദേശം 390 വർഷം ഇസ്രായേൽ ജനം ആമേൻ മിസ്രൈമിലായിരിക്കുമ്പോൾ 390 വർഷമാകുന്ന ആ സമയങ്ങളിലാണ് മോശ ആമേൻ നോക്കുമ്പോൾ മോശ പ്രായപൂർത്തിയായി, മോശ ശക്തനായി, മോശ ആമേൻ കഴിവുള്ളവനായി എന്ന് മോശ തന്നെ കണ്ടിട്ട് ആമേൻ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്യുന്നു? ഇറങ്ങിത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, മോശ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു മോശയുടെ ജീവിതത്തിൽ ഇനിയും ഒരു 10 വർഷവും കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം വെച്ചിട്ടുണ്ടെന്ന് മോശ അറിഞ്ഞിരുന്നില്ല. ആമേൻ. അതറിയാത്തത് കൊണ്ട് തന്നെ മോശ ചാടി ഇറങ്ങിയത് കൊണ്ട് മോശ ആ നിയോഗത്തിലേക്ക് പിന്നെ എത്താൻ വീണ്ടും അടുത്ത 40 വർഷം വില കൊടുക്കേണ്ടി വന്നു. ഞാൻ പറയുന്ന എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്, മറഞ്ഞിരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്. ആ ടൈം സോണിൽ നമ്മൾ കയറിയാൽ ആ ടൈം എത്ര സമയം വരെ ഉണ്ടോ ആ ടൈം വരെ നമ്മൾ കർത്താവിന്റെ ബലമുള്ള കൈക്കീഴെ താണിരുന്നില്ല എങ്കിൽ നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവീക പദ്ധതിയിലേക്ക് എത്താൻ വീണ്ടും കാലതാമസമെടുക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അതുകൊണ്ട് വചനം പറയുന്നത് ഇസ്രായേൽ ജനം 400 വർഷം, അബ്രഹാമേ നിന്റെ തലമുറകൾ 400 വർഷം പ്രവാസത്തിൽ ഇരിക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ ആമേൻ മോശ എന്ന നിയോഗമുള്ള വ്യക്തി ചാടി ഇറങ്ങിയത് കൊണ്ട് വചനം പറയുന്നു വീണ്ടും ആമേൻ ഇസ്രായേൽ ജനം 400 വർഷം കൊണ്ട് പുറത്തു വരേണ്ട ഇസ്രായേൽ ജനം 430 വർഷം കൊണ്ട് പുറത്തു വന്നത്. Come on. Hallelujah. Hallelujah.
ഇന്ന് പകലിൽ നിങ്ങളോട് ദൈവം മറഞ്ഞിരിക്കാൻ പറഞ്ഞിരിക്കുന്ന സമയമാണോ? മറഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുക. ആത്മാവ് അങ്ങനെ തന്നെ ചിലരോട് ഇടപെടുകയാണ്. മറഞ്ഞിരിക്കുക. ദൈവം പറയാതെ എനിക്കതിനുള്ള പക്വതയുണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്കതിനുള്ള ജ്ഞാനമുണ്ട്, എനിക്കതിനുള്ള ബലമുണ്ട്, എനിക്കതിനുള്ള സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനിറങ്ങുകയല്ല. പകരം ദൈവം എപ്പോഴാണോ മോനെ നിന്റെ സമയമായി നീ ഇറങ്ങുക എന്ന് പറയുന്നത് വരെ നാം വെയിറ്റ് ചെയ്യണം. അതെ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരു മിനിസ്ട്രി കോളിംഗ് ഉണ്ടായേക്കാം. ആ മിനിസ്ട്രി കോളിംഗ് നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആ കോളിംഗ് നിങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഇന്ന് ഞാൻ ചിലരോടൊരു പ്രൊഫറ്റിക് ഗൈഡൻസ് ആണ് കൈമാറുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് കട്ടുണ്ടല്ലോ, ഈ പവർ കട്ടുള്ളതൊക്കെ ഉണ്ട്. പവർ പോയി, വൈഫൈയും പോയി. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബ്രദർ സിസ്റ്റർ, ദൈവം നിങ്ങളുടെ മേൽ ഒരു കോളിംഗ് ഇട്ടിട്ടുണ്ട്. എന്നാൽ ആ നിയോഗം വെളിപ്പെടുത്താൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ആ സമയം വരെ ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന പ്രിയ മാതാക്കൾ അല്ലെങ്കിൽ അമ്മമാർ ഇതിനകത്തുണ്ട്. ആമേൻ. ഒരു കുഞ്ഞ് ആമേൻ പ്രഗ്നന്റ് ആയി, ആമേൻ, ആ കുഞ്ഞ് പുറത്തു വരാൻ ഒരു സമയമുണ്ട് അല്ലെ? ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി അത് പുറത്തു വരാൻ ഒരു സമയമുണ്ട്. ആ ടൈം വരെ ആ ഉദരത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കേണ്ടത് ആ കുഞ്ഞിന് ആവശ്യമാണ്. എത്ര പേർ എന്നോട് അത് യോജിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണെന്ന്? ആമേൻ. എന്നതുപോലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ കോളിങ്ങിലേക്ക് നമ്മെ അയക്കുവാൻ, നമ്മളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്തിൽ നമ്മൾ കയറിയാൽ ആ ടൈം സോണിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആമേൻ. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്ന? നമ്മൾ ചോദിക്കും, പാസ്റ്ററെ, ആമേൻ, ദൈവം പറഞ്ഞു മൗനമായിരിക്കാൻ പറഞ്ഞു, ആമേൻ, ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എങ്ങനെ മിണ്ടാതിരിക്കും? എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കണ്ടേ, എൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല കാര്യങ്ങൾ വേണ്ടേ? ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും? ആമേൻ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടോ? പക്ഷേ എങ്ങനെയാണ് പിന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഞങ്ങള് ആക്ച്വലി ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് ദൈവാത്മാവ് പറഞ്ഞ നിയോഗത്തിൽ ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. 4 വർഷങ്ങളാണ് ഞങ്ങൾ ആമേൻ ചർച്ച് മിനിസ്ട്രി എടുത്തിട്ടില്ല, അല്ലാത്ത പുറത്തുള്ള മീറ്റിങ്ങുകൾ എടുത്തിട്ടില്ല, ശുശ്രൂഷകൾ ഒന്നും എടുത്തിട്ടില്ല. അടുത്തൊരു കാര്യം, ജോലിക്ക് പോലും പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. 4 വർഷങ്ങൾ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങളുമില്ല. പ്രാർത്ഥിക്കുക, ദൈവനിയോഗം പ്രാപിക്കുക, ദൈവവചനത്തെ സ്വീകരിക്കുക, വെളിപ്പാടുകളെ സ്വീകരിക്കുക, ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഈ സമയത്ത് സ്ട്രഗിൾ ഉണ്ടോ? തീർച്ചയായും സ്ട്രഗിളുകളുണ്ട്. പക്ഷെ ഈ 4 വർഷങ്ങളിലും കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, ആമേൻ, മൗനമായിരിക്കുക.
ഞാൻ ചോദിക്കട്ടെ, ജോലിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോകാത്ത, ഒരു മീറ്റിങ്ങിന് പോകാത്ത, ഒരു സഭാ ചാർജ് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അവരും അവരുടെ കുടുംബവും ജീവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യം വിട്ടു തരികയാണ്. ജോലിയില്ല, ശുശ്രൂഷയില്ല, സഭയില്ല, ആമേൻ, മിനിസ്ട്രിക്ക് വേറെ പ്രത്യേകിച്ച് മിനിസ്ട്രി ഒന്നും എടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു 4 വർഷം ഒരു കുടുംബം ജീവിക്കുന്നത്? ഹല്ലേലൂയ. ജീവിക്കാൻ പറ്റുമോ? നമ്മൾ അറിയണം, നമ്മളായിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെയാണ്. കമോൺ, ഹല്ലേലൂയ. ദൈവം നമ്മളോട് എന്തു പറയുന്നു? മൗനമായിരിക്കാൻ പറഞ്ഞാൽ മൗനമായിരിക്കണം. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യരുത്. മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറിയിരിക്കണം. നീ മിനിസ്ട്രിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിക്ക് പോകരുത്. ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മിനിസ്ട്രി ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അത് ചെയ്യണ്ടേ? തീർച്ചയായും ചെയ്യണം. പക്ഷെ ദൈവം നിന്നോട് മൗനമായിരുന്ന് പ്രാർത്ഥിക്കാനാ പറഞ്ഞതെങ്കിൽ നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നോണം. ചിലരോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു വേർഡ് കൈമാറുകയാണ്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിനെന്ന് വചനത്തിൽ കൂടെ അങ്ങനെ ഒരു വേർഡ് ചിലരുടെ മേൽ റിലീസ് ആവുകയാണ്. ആരൊക്കെയോ ഭയങ്കര ടെൻഷനാ, ഭയങ്കര ഭാരമാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷനിൽ പോവുക. പക്ഷെ ദൈവാത്മാവ് പറയുന്നു മൗനമായിരിക്കുക. ഇങ്ങനെ തന്നെ ദൈവാത്മാവ് ഇടപെടുക. മൗനമായിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാനൊരു കാര്യം പറയാം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ മറഞ്ഞിരിക്കണം. ഈ മറഞ്ഞിരിക്കുന്ന ഈ സമയങ്ങളിൽ ആമേൻ, ദൈവം പറഞ്ഞു, 1, നീ കെരീത്ത് തോട്ടിൽ പോയി മറഞ്ഞിരിക്കണം. 2, നീ സാരാഭാത്തിൽ പോയി മറഞ്ഞിരിക്കണം. ആമേൻ. ദൈവമാണ് പറഞ്ഞത് മറഞ്ഞിരിക്കാൻ. ഞാൻ ഇന്ന് നിങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീണ്ട കാലം, വർഷങ്ങൾ, കാലങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആമേൻ. ദൈവം നമ്മെ മാസീവായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാസീവായി നമ്മൾ വെളിപ്പെടണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു മറഞ്ഞിരിക്കേണ്ട ഒരു സമയമുണ്ട്. ആമേൻ. ആ മറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അങ്ങനെ ആരെങ്കിലും ഒക്കെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ഇടപെടുകയാണ്, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ഏലിയാവിനോട് പറഞ്ഞു, നിങ്ങൾ കെരീത്ത് തോട്ടിൽ മറഞ്ഞിരിക്കണം. ആമേൻ. ഒന്നാമത് ദൈവം പറഞ്ഞത് കെരീത്ത് തോടാണ്. ആ കെരീത്ത് തോട്ടിൽ മറഞ്ഞിരിക്കാൻ പറയുമ്പോൾ അവിടെ വെച്ച് പറയുന്നുണ്ട്, നിന്റെ അടുക്കൽ ആമേൻ ഒരു കാക്ക വരും, ആ കാക്ക നിനക്കുള്ള ആഹാരം തരും. ആമേൻ. ഒരു കാക്ക വരും, ആ കാക്ക നിനക്കുള്ള ആഹാരം തരും. നീ കെരീത്ത് തോട്ടിലെ വെള്ളം കുടിച്ചോണം. ആമേൻ. ഇതാരാ പറയുന്നത്? യഹോവയായ ദൈവം പറയുകയാണ്. യഹോവയായ ദൈവം ഒന്നാമതായിട്ട് മറഞ്ഞിരുന്നവന്റെ മേൽ ഒരു ഫേവർ തുറന്നു കൊടുക്കുക. ആമേൻ. ഒന്നാമത്തെ ഫേവർ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മേൽ ഫേവറുകൾ ആവശ്യമാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ മേൽ ഫേവറുകൾ ആവശ്യമാണ്. ആമേൻ. ഒന്നാമത്തെ ഫേവർ കർത്താവ് അയക്കുന്നത് അത് പ്രകൃതിയിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചിതമാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആമേൻ, നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ആമേൻ പ്രകൃതിയിൽ നിന്നുള്ള ഫേവറുകളെ ഒരുക്കും. ആമേൻ. ഏലിയാവിനോട് പറയുക, ഏലിയാവേ, ഞാനൊരു കാക്കയെ നിനക്ക് വേണ്ടി അയക്കും. ആമേൻ. ആമേൻ. കാക്ക നിനക്ക് വേണ്ടിയുള്ള ആഹാരവുമായിട്ട് വരും. കാക്ക നിനക്ക് വേണ്ടിയുള്ള ആഹാരവുമായി വരും. ഒന്നാമത്തെ ഫേവർ വരുന്നത്, ഒന്നാമത്തെ ദൈവിക കൃപ, ദൈവമാണ് പ്രൊവൈഡർ, പ്രൊവിഷൻ വരുന്നത് കാക്കയിൽ നിന്നാണ്. ആമേൻ.
ഹല്ലേലൂയ. ഒന്ന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് വേണ്ട ഫേവർ അവൻ ഒന്നാമത് വരേണ്ടത് ആമേൻ നേച്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഫേവറുകൾ വരാറുണ്ടോ? എത്ര പേർക്ക് വന്നിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നുള്ള ഫേവറുകൾ? പക്ഷെ ഇങ്ങനൊന്നും പറയരുത്, ഇതൊക്കെ എന്നാ സംഭവം ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല, അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നേ? ബ്രദർ, ഞാൻ പറയാം, ഞങ്ങൾ 4 വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിനയ സിസ്റ്ററിന്റെ പബ്ലിക് മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള 4 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾക്ക് ഞാനുണ്ട്, വൈഫുണ്ട്, കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ആ സമയത്ത് 3 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു നുള്ളരിയില്ല. ആഹാരം വെക്കാനായിട്ട് യാതൊരു ഫുഡില്ല, ഒരു കാര്യങ്ങളുമില്ല, എല്ലാം ശൂന്യമായിട്ടിരിക്കുക. ആ സമയത്ത് ഞങ്ങൾ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റു. ഞങ്ങൾ ഉറങ്ങി, നേരത്തെ കിടന്നുറങ്ങിയത് 6 മണിക്കൊക്കെ കയറി കിടന്നു, വിശന്നിട്ട് കയറി കിടന്നുറങ്ങിയതാ, പ്രാർത്ഥിച്ചൊക്കെ കയറി കിടന്നുറങ്ങി. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ എഴുന്നേറ്റു, 3 പേരും എഴുന്നേറ്റ് ഞങ്ങൾ നോക്കുമ്പോ ഒന്നുമില്ല. ഞങ്ങൾ പരസ്പരം കണ്ണിലോട്ട് കണ്ണ് നോക്കി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ പുറത്തോട്ട് വന്നിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച, അന്ന് രാവിലെ വരെ അവിടെ നിന്ന ഒരു ചാമ്പയ്ക്ക മരം, ആ ചാമ്പയ്ക്ക മരത്തിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. ഒരു ഫലം പോലും അതിനകത്തില്ല, പൂവിട്ട് വരുന്നേ ഉള്ളൂ. പകലും ഞങ്ങൾ കണ്ടത്. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 1 മണിക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾക്ക് കഴിക്കാൻ പാകമായ നിലയിൽ അതിനകത്ത് ചാമ്പയ്ക്ക നിറഞ്ഞു നിൽക്കുക. യെസ്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കണ്ടോ, ഇതാ പ്രകൃതിയിൽ നിന്നുള്ള ഫേവറുകൾ. ഞാൻ ഇന്ന് ആത്മാവിൽ കർത്താവ് ഇത് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ മേൽ ഇങ്ങനെയുള്ള ഒരു ഫേവറിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. റബനഗതന, അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇസഹാക്കിന്റെ കാലത്തുണ്ടായിരുന്ന ആ ക്ഷാമത്തിൽ തന്നെ ഇസഹാക്ക് വിതച്ചു. പക്ഷെ വചനം പറയുന്നു, തനിക്ക് ആ പ്രകൃതി ഫേവർ ചെയ്തു. എന്താ? എല്ലാവരും അവരുടെ നിലങ്ങൾക്കകത്ത് കൃഷി വറ്റി വരണ്ട് തകർന്നു കിടക്കുമ്പോൾ ഇസഹാക്ക് വിതച്ച ആ നിലത്ത് 100 മേനി കൊയ്ത്ത്. 100 മേനി കൊയ്ത്ത്. റബ ശഖ ലമ രഗധിയ പ്രബദന. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിനക്ക് വേണ്ടി പ്രകൃതി ഒരു പ്രൊവിഷനായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. പത്രോസെ, നീ കടലിലോട്ട് ചെല്ല്. നീ ഒരു ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയ്ക്കകത്ത് ഒരു മീൻ കുടുങ്ങും. ആ മീന്റെ വായിൽ നിനക്കുള്ളതും എനിക്കുള്ളതും നിന്റെ കയ്യിൽ പിന്നെയും ബാലൻസ് തികയുന്ന വിധത്തിൽ ഒരു ചതുർദ്രമ പണമുണ്ടായിരിക്കും. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നിനക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്നുള്ള ഫേവറുകൾ തുറക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചെടുത്തോ. പ്രകൃതി ഒരു പ്രൊവിഷനായി മാറാൻ പോകുന്നു. ഇതുവരെ നിന്റെ നിലത്ത് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഫലം പോലും പുറത്തു വരുന്നില്ലെങ്കിൽ ഇന്നുകൊണ്ട് അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നിനക്ക് വേണ്ടി ചില മത്സ്യങ്ങൾ ഒരുക്കപ്പെടാൻ പോകുകയാണ്. ഞാനിത് ആത്മീയ അർത്ഥത്തിലല്ല പറയുന്നത്, ഫിസിക്കലായിട്ട് ഞാൻ പറയുകയാണ്. റബലഘടകതന. പത്രോസിനു വേണ്ടി മാത്രമല്ല കടലിൽ നിന്ന് ഒരു മീനെ കർത്താവ് ഒരുക്കുന്നത്, അത് നിനക്ക് വേണ്ടിയും. ഏലിയാവിന് വേണ്ടി മാത്രമല്ല ഒരു കാക്കയെ ഒരുക്കുന്നത്, മറഞ്ഞിരിക്കുന്ന നിനക്ക് വേണ്ടി.
യെസ് 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 യെസ്. ദേശങ്ങളിൽ നിന്ന് ഫേവറുകൾ വരാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് ഫേവറുകൾ വരാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് ഫേവറുകൾ വരാൻ പോകുന്നു. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ഫേവർ വരാൻ പോകുന്നു. റബ നഹസ്യം പ്രബല കധൂരഘടകതന വചനം എന്താ പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി സൃഷ്ടികൾ കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ദൈവപുത്രന്മാരുടെ, നീ ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്. അവൻ നിന്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന അവൻ ചക്കയും മാങ്ങയൊക്കെ പുറത്തുണ്ടെന്നേ. ഇത് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? പ്ലാവൊക്കെ പുറത്ത് കിടപ്പുണ്ടെന്നേ. മത്സ്യങ്ങളൊക്കെ പുറത്ത് കിടപ്പുണ്ടെന്നേ. കാക്കയൊക്കെ പുറത്ത് കിടപ്പുണ്ടെന്ന് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. ബീന സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. ചെറിയാൻ അച്ഛാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. അവൻ ഡെസി അവൻ ചെറിയാൻ അച്ഛാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. റീന ഫിലിപ്പ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. ജോർജ് വർഗീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. അജയ് ബ്രദറെ വെയിറ്റ് ചെയ്ത് കിടക്കുക നിങ്ങൾക്ക് വേണ്ടി. ഗ്രേസി ആന്റി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. ജഗദമ്മ ആന്റി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. ജസ്മി റോബിൻ, ലീലം ആന്റി, ലിനി, ആമേ മേരിക്കുട്ടി ആന്റി, റീന സിസ്റ്റർ, സീത, സിനിമോൻ, സോമി, ആമേ സോഫിയ, സൂസൻ, വേണുഗോപാലൻ, ആമേ ദൈവാത്മാവ് പ്രവചിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന പ്രകൃതിയുടെ ഫേവറുകൾ. എന്നാ വെളിപ്പാടിനെ പിടിക്കുക, വെളിപ്പാടിനെ പിടിക്കുക. മറഞ്ഞിരിക്കുന്ന ഏലിയാവിന് വേണ്ടി ഒന്നാമത് റിലീസ് ചെയ്തത് അത് പ്രകൃതിയുടെ ഫേവറാണ്. ഹാഗറെ, മരുഭൂമിയിൽ നീ തകർന്നു പോകത്തില്ല. നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഒരു ഉറവ തുറന്നു വരും. ഉറവ തുറന്നു വരും. മഴ കാണത്തില്ല, കാറ്റ് കാണത്തില്ല, പക്ഷെ നിങ്ങൾ വെട്ടിയ കിണറിനകത്ത്, നിങ്ങൾ വെട്ടിയ കുഴിക്കകത്ത് വെള്ളം വന്നു ചേരും. ഇതൊരു ഫേവറാ, ഫേവറാ, ഇതൊരു ഫേവറാണ്. ശബലഘടകതന. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തലയിലോട്ട് കൈവച്ച് സ്വീകരിക്കുക. ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതിയിൽ നിന്നുള്ള ഫേവറുകൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. യെസ്, അത് തുറന്നു വരും. ഹല്ലേലൂയ. ഫേവറുകൾ തുറന്നു വരും. അപ്പൊ ഒന്നാമത്തെ ഫേവർ അത് പ്രകൃതിയിൽ നിന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഫേവർ കർത്താവിന്റെ ഇടപെടൽ മുഖാന്തരം ഉണ്ടാകുന്നത് അത് മനുഷ്യരിൽ നിന്നാണ്. ഏലിയാവിനോട് പറഞ്ഞു, നീ സാരാഭാത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു വിധവയുണ്ട്, ആ വിധവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിധവയുടെ കയ്യിൽ നിനക്കുള്ളതെല്ലാം ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ ഫേവർ പ്രകൃതിയിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ ഫേവർ വരുന്നത് മനുഷ്യനിൽ നിന്നാണ്. വചനം പറയുന്നു, യേശു ക്രിസ്തു മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു. അപ്പൊ നമുക്ക് മനുഷ്യരുടെ ഫേവറുകൾ ആവശ്യമാണ്. നമ്മൾ പറയും, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. നമ്മുടെ ചില ഇമോഷൻ വരുമ്പോ പറയുന്നതാ, അല്ലെ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയുമ്പോ നമ്മൾ തിരിച്ചു പറയുന്നതാണ്, എനിക്ക് ആരുടെയും സപ്പോർട്ട്, എനിക്ക് ആരുടെയും ഒന്നും വേണ്ടെന്നേ, അല്ലെ? അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. പറയാത്തവരൊന്നും ഇല്ല ഇതിനകത്ത്, നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളവരാ, അല്ലെ? ആമേൻ. വചനം പറയുന്നു നമുക്ക് മനുഷ്യന്റെ ഫേവർ ആവശ്യമാണ്. സാരാഭാത്തിലെ വിധവയുടെ അടുക്കലേക്കാണ് ഏലിയാവിനെ അടുത്തത് അയച്ചത്. കാരണം സാരാഭാത്തിലെ വിധവയിൽ നിന്ന് നിനക്കൊരു ഫേവർ തുറക്കാൻ പോവുകയാണ്.
പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം, ഈ പ്രകൃതിയിൽ നിന്നുള്ള ഫേവർ ദൈവം കൽപ്പിച്ചത് ഓട്ടോമാറ്റിക്കലി റിലീസാകും. പക്ഷെ മനുഷ്യനിൽ നിന്നുള്ള ഒരു ഫേവർ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു രീതിയുണ്ട്. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് മനുഷ്യനിൽ നിന്ന് ഒരു സപ്പോർട്ട്, ഒരു കൃപ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സാരാഭാത്തിലെ വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചു. ഏലിയാവെ, നിനക്കുള്ള ഫേവർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അയക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സാരാഭാത്തിലെ വിധവ എന്താ പറയുന്നത്? സാരാഭാത്തിലെ വിധവ പറയുന്നത്, എന്റെ കയ്യിൽ ഒന്നുമില്ല. സാരാഭാത്തിലെ വിധവ പറയുന്നത്, എനിക്കും എന്റെ കൊച്ചിനും വേണ്ടിയുള്ള 1-2 കാര്യങ്ങളെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ആമേൻ, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാന്ന് പറയുമ്പോൾ ഏലിയാവ് പറയുന്നത്, നീ അത് എനിക്ക് കൊണ്ടുതാ. അടുത്ത വചനം പറയുന്നത്, നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. അടുത്ത നിമിഷം വചനം പറയുകയാണ്, അവളുടെ കലത്തിലെ മാവ്, ആമേൻ, അതിന്റെ ഗ്രോത്ത് ഉണ്ടാവുകയാണ്, എണ്ണ വറ്റിപ്പോകാതെ നിറഞ്ഞു വരികയാണ്. ആമേൻ. അടുത്ത വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഏലിയാവിനും, ആമേൻ, ഏലിയാവ് ഈ 3 ആണ്ട് അവിടെ നിൽക്കുമ്പോൾ ആ 3 ആണ്ടിലും ഏലിയാവിന് വേണ്ടി ഈ വിധവ കരുതി. മനുഷ്യന്റെ ഫേവർ തുറക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏലിയാവെ, നിന്റെ അഭിഷേകം ഒരാൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുമ്പോൾ ആ അഭിഷേകം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുമ്പോൾ അടുത്തത് ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ഏലിയാവിനെ കരുതണം. ആമേൻ, ആമേൻ. ഇന്ന് ഈ മീറ്റിംഗ് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാകുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെടുന്നവർ ഈ മീറ്റിങ്ങിനെ എന്ത് ചെയ്യണം? പറഞ്ഞേ, നിങ്ങൾ തന്നെ പറ. സപ്പോർട്ട് പിടികിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമുക്കെല്ലാം ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് കിട്ടട്ടെ, ഇങ്ങോട്ട് താ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒരാൾ ഒരു കാര്യം നമ്മളിൽ നിന്ന് അങ്ങോട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു, ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, ഈ ഓരോ കാര്യം ഓപ്പൺ ആകുന്നതിനും ആത്മതലങ്ങളിൽ ഓരോ കീ ഉണ്ട്. ഞാൻ ആ കീയാ പറയുന്നത്. മനുഷ്യന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരെ സഹായിച്ചാലേ മനുഷ്യന്റെ കൃപ നമുക്ക് കിട്ടത്തുള്ളൂ. മനുഷ്യന് നമ്മളൊരു കൃപ കാണിക്കാതെ മനുഷ്യരിൽ നിന്ന് ഇങ്ങോട്ട് കൃപ കിട്ടത്തില്ല. മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഇങ്ങോട്ടൊരു സപ്പോർട്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. ഞാനൊരു കീ തരികയാ. നിങ്ങൾക്ക് മനുഷ്യന്റെ കൃപ വേണം. എത്ര പേർക്ക് വേണം മനുഷ്യന്റെ കൃപ? ഒന്ന് പറഞ്ഞേ. വേണ്ടേ? നിങ്ങൾക്ക് ആർക്കും വേണ്ടേ? യേശു ക്രിസ്തുവിന് വേണമായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ യേശു കർത്താവിന് വേണ്ടി വന്നു മനുഷ്യന്റെയും ദൈവത്തിന്റെയും കൃപ. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്കും മനുഷ്യന്റെ കൃപ ആവശ്യമാണ്. അങ്ങനെ മനുഷ്യന്റെ കൃപ ആവശ്യമാണെങ്കിൽ ആമേൻ, നിനക്ക് ഒരു വ്യക്തി അനുഗ്രഹമായി തീർന്ന നീയും ആ വ്യക്തിക്ക് അനുഗ്രഹമായി തീരണം. ആമേൻ. പറ, മാൻ നീഡ് മാൻ. മനുഷ്യനെ ആവശ്യമാണ്. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാ വന്നത്? ദൈവമായിട്ടാണോ വന്നത്? അത് മനുഷ്യപുത്രനായിട്ടാണോ വന്നേ? മനുഷ്യനെ രക്ഷിക്കാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് മനുഷ്യനായിട്ടാണ്. അപ്പൊ ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ദൈവം പ്രൈമറി ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടാണ് മനുഷ്യന്റെ സപ്പോർട്ട്. വചനം പറയുന്നുണ്ട്, നിങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടും, അല്ലെ? മുട്ടുവിൻ തുറക്കപ്പെടും. എന്നാൽ മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് ഉപമ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആമേൻ.
പിടികിട്ടുന്നുണ്ടോ? ആ വ്യക്തിയുടെ ഭവനത്തിനകത്ത് ആമേൻ മറ്റൊരു സുഹൃത്ത് വരുമ്പോൾ ആ രാത്രിയിൽ തന്റെ ഭവനത്തിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്റെ മറ്റൊരു സുഹൃത്തിന്റെ അടുക്കൽ പോയിട്ട് ആ ഭവനത്തിൽ എന്ത് ചെയ്യുക? നോക്ക് ചെയ്യുക. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ മനുഷ്യനെ സഹായിക്കുമ്പോൾ ഈ സഹായിപ്പാനുള്ള വരം എന്ന് പറയുന്നത് അതൊരു കൃപാദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു വരമാണ്. നിങ്ങൾ കൊരിന്ത്യ ലേഖനം വായിച്ചറിയാം. ആമേൻ. നമുക്ക് മനുഷ്യന്റെ കൃപ വേണമെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞൊരിടയ്ക്ക് എൻ്റെ ഭവനത്തിൽ കുറച്ചു പേര് വന്ന സമയത്ത് അവര് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ സ്നാക്കും കാര്യങ്ങളും ഒക്കെ കഴിച്ചെങ്കിലും അവർ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതും കൊണ്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണം, അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. വേഗത്തിൽ ദൈവാത്മാവ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പറഞ്ഞു, നിക്ക്, നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചു. ഈ പുറത്തു പോയി ഫുഡ് കഴിച്ചു വന്ന അടുത്ത ദിവസം നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ചർച്ചിനകത്ത് കീബോർഡ് ഇല്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ ഒരു വ്യക്തി കീബോർഡ് വാങ്ങിക്കാൻ വേണ്ടി തന്നതല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഫസിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി, ആ നിവർത്തീകരണം സംഭവിച്ചത് കൊണ്ട് 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഓർത്ത് ഞങ്ങളിലേക്ക് ഒരു ഓഫറിങ് ഇട്ടതാ. ഞങ്ങൾക്ക് കീബോർഡ് ഇല്ലായിരുന്നു, അടുത്ത ദിവസം കീബോർഡായി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കും നമ്മളിൽ വലിയ കൊയ്ത്തുണ്ടാക്കുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണ്ടെന്ന് തോന്നല്ലോ. 7 മണി ആയതുകൊണ്ടാണോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ലൈഫിനകത്ത് മനുഷ്യന്റെ കൃപ വേണമെങ്കിൽ, നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ പോയിട്ട് അയൽപക്കക്കാരോട് എന്ത് ചെയ്യണം? പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ചോദിച്ചു വാങ്ങണം. അവര് പോയി ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മിസ്രയീമ്യർക്ക് ഇസ്രായേൽ ജനത്തോട് കൃപ തോന്നുമാറാക്കി, ഫേവർ ഉണ്ടാക്കി. ഒരു ഫേവർ തുറന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? കഴിഞ്ഞ 4 തലമുറകളായിട്ട് അടച്ചു വെച്ചിരുന്ന, കഴിഞ്ഞ 4 തലമുറകൾ, 400 വർഷം കൊണ്ട് 4 തലമുറകളായി അടച്ചു വെച്ചുകൊണ്ടിരുന്ന ആമേൻ ഇസ്രായേൽ ജനത്തിന്റെ സകല നന്മകളും, ആമേൻ അതിന്റെ കൂട്ടുപലിശയും പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവരിലേക്ക് റിലീസായി. ഒരു മാസീവ് വെൽത്ത് ട്രാൻസ്ഫർ നടന്നു. വെൽത്ത് ട്രാൻസ്ഫർ. എനിക്കറിയത്തില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്, ഈ നാളുകളിൽ ആത്മാവ് നിയോഗം തരുന്നത് പോലെ നീ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിന്റെ ലൈഫിനകത്ത് ഇതുവരെ അടഞ്ഞിരുന്ന ചില നന്മകൾ തുറന്നു വരും. ഇതാ കീ ഇല്ലാതെ ഒരു ഡോറും തുറക്കാൻ പറ്റത്തില്ല. ഇതാ കീ. യെസ്, ഏലിയാവ് തന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് ഏലിയാവ് എന്ത് ചെയ്തു? സാരാഭാത്തിലെ വിധവയ്ക്ക് വേണ്ടി പ്രവചിച്ചു. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം സാരാഭാത്തിന്റെ വിധവയിൽ സംഭവിച്ചപ്പോൾ ആ വിധവ തിരികെ 3 വർഷം ഏലിയാവിനെ പോറ്റി. ഇതാ ഫേവർ വരുന്നത്. ഇങ്ങനെയാ ഫേവർ വരുന്നത്. നിന്റെ അഭിഷേകം യൂസ് ചെയ്യാം, നിനക്ക് ഫേവർ വരും. നിന്റെ അഭിഷേകം യൂസ് ചെയ്യാം. റബാന ഹസിയാം പ്രബദന. നീ ഒരു മിനിസ്റ്റർ ആണോ? ആമേൻ. നീ ഒറ്റയ്ക്കാണോ? നീ ആരും ഇല്ലെന്ന് പറയുകയാണോ? അല്ല. നിനക്ക് വേണ്ടി ദൈവം മനുഷ്യന്റെ കരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, മനുഷ്യന്റെ കരങ്ങളെ. ഇതിനകത്ത് മാനുഷിക കൃപ വെളിപ്പെടാൻ പോകുക. ദൈവം വെച്ചിരിക്കുന്ന മനുഷ്യരുടെ ഫേവറുകൾ. മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്യും, മനുഷ്യൻ നിന്നെ സഹായിക്കും, മനുഷ്യൻ നിന്റെ കൂടെ നിൽക്കും. പ്രഭാഷകനിയാം പ്രബല. ഒരു 5 മിനിറ്റും കൂടെ പോയിക്കോട്ടെ, ഒരു 5 മിനിറ്റും കൂടെ. റബാഷകനിയാന്തല റമനഗസിയാന്തല. പാർസി പ്രഭു ആകുന്ന കോരശിനോട് ദൈവം ഇടപെട്ടു.
കോരശിനോട് ദൈവം ഇടപെട്ടത് മുഖാന്തരമാണ് ഇസ്രായേൽ ജനത്തിന്, തകർന്നു കിടന്ന ഇസ്രായേൽ ജനത്തിന് തങ്ങളുടെ ദൈവാലയം പുതുക്കി പണിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേവറാണ് കണ്ടോ. ഇങ്ങനൊരു ഫേവർ വെളിപ്പെടാൻ പോകുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, ഇതിനകത്ത് ഭയങ്കര ഫേവറുകൾ, അത് ഡിഫറെന്റ് തലങ്ങളിലായിരിക്കും വെളിപ്പെടുന്നത്, ഡിഫറെന്റ് ഡൈമെൻഷനിലായിരിക്കും അത് വെളിപ്പെടുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ആ ഫേവറിനെ നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും? നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ കീയെ ഉപയോഗിക്കണം. ഞാൻ തുറന്നു പറയാം കേട്ടോ, ഞാൻ തുറന്നു പറയാം. ഞാൻ ഈ പൈസ മോഹിയൊന്നും അല്ല, ബീന സിസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല. കർത്താവ് നന്നായിട്ട് പോറ്റുന്നുണ്ട്. ഞാനൊരു കീയാ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആൾക്കാരിൽ ഭയങ്കര തെറ്റിദ്ധാരണ വരുന്നത്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളോടൊരു പ്രോഫസി, ഒരു അഭിഷേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നമ്മളൊരു അഭിഷേകത്തിനെ വിളിക്കും, പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്ററെ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. യെസ്, പ്രാർത്ഥിച്ചു. നമ്മൾ എന്തിനും എപ്പോഴായിരിക്കും നമ്മൾ ഒന്നെങ്കിൽ ആ പ്രാർത്ഥിച്ച് അതിനകത്തൊരു വിടുതൽ നടക്കുമ്പോൾ താങ്ക് യു ആയിരിക്കും പറയുന്നത്? നോ, അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു വിടുതൽ നടന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിടുതലിന്റെ ഒരു നന്മയെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. പക്ഷേ ആരൊക്കെയോ എന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. സോറി, തുറിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇത് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ചെയ്തിട്ടാ ഞാൻ പറയുന്നേ, ഞാൻ ചെയ്യാതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി താൻ ഒരു അഭിഷേകത്തിൽ ഒരു പ്രോഫസിയെ കൈമാറ്റം ചെയ്തത് കൊണ്ട് മാത്രമാണ് അത് നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആയത്. അദ്ദേഹം പ്രോഫസി ചെയ്തില്ലെങ്കിലോ? അപ്പൊ പറയാം മറ്റൊരാളിൽ കൂടെ. ഇല്ല ഇല്ല ഇല്ല, അദ്ദേഹം പ്രോഫസി ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പ്രോഫസി വെളിപ്പെടണമെങ്കിൽ കാലങ്ങൾ എടുക്കും. ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വചനം പറയുന്നു, നിങ്ങൾ പ്രവാചകന് എന്ന് വിചാരിച്ച് നിങ്ങൾ ആ പ്രവാചകനെ ഹോണർ ചെയ്യുമ്പോൾ, മാനിക്കുമ്പോൾ പ്രവാചകന്റെ പ്രതിഫലം, അങ്ങനെയല്ലേ വചനം? നിങ്ങൾ ശിഷ്യനെന്ന് വിചാരിച്ച് ഒരു തുരുത്തി വെള്ളം കൊടുക്കുമ്പോൾ ശിഷ്യന്റെ പ്രതിഫലം. അപ്പൊ നമ്മൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഒരു ഫേവർ റിലീസ് ആകണമെങ്കിൽ നമ്മൾ ചിലത് ചെയ്യാൻ തയ്യാറാകണം. ആമേൻ, ആമേൻ. ഇന്ന് പകലിൽ അങ്ങനെ ആരൊക്കെ തീരുമാനമെടുക്കും? പിറുപിറുക്കരുത്, ദയവേത് പിറുപിറുക്കരുത്. ഞാൻ ആദ്യമേ പറയാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിറുപിറുക്കരുത്. ചെയ്തിട്ട് ഞാൻ ചെയ്തെന്ന് പിറുപിറുക്കരുത്, ദയവേത് പിറുപിറുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഇത് വിശ്വാസത്തോടെ ആരൊക്കെ അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു, നിങ്ങൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിരിക്കും, കണ്ടിരിക്കും, കണ്ടിരിക്കും. ഞാനൊരു പ്രോഫറ്റാ. എൻ്റെ മേൽ വെച്ചിരിക്കുന്ന പ്രവാചക അധികാരത്തിൽ നിങ്ങളോട് ഒരു പ്രൊഫറ്റിക് ഗൈഡൻസാണ് ഞാൻ കൈമാറുന്നത്. ഞാൻ പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ലാൻഡുകൾ റിലീസാകാൻ പോവുകയാണ്. ലാൻഡുകൾ റിലീസാകാൻ പോകുന്നു. റബ ഷെഖനിയാന്തല ലേംബ്രമനഘടകതല ലാൻഡുകൾ റിലീസാകും, ലാൻഡുകൾ റിലീസാകും, ലാൻഡുകൾ റിലീസാകും. റബ കസിയാം പ്രബല ലീബ്ര കച്ചോറിയാന്തൽ കമല ഹസ്സപ്രഭാരിയാന്തര. യെസ് 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 യെസ്. ഇരുകരങ്ങൾ മൂന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് ദൈവാത്മാവ് നമ്മളെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, ആ മറഞ്ഞിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ട് മാറിപ്പോവുകയല്ല. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കും നിന്റെ ലൈഫിനും വേണ്ടതൊക്കെയും ആമേൻ, നിന്റെ ആമേൻ ഭക്തിക്കും ജീവനും ആവശ്യമായതൊക്കെയും സ്വർഗം നിനക്ക് റിലീസ് ചെയ്യും, റിലീസ് ചെയ്യും. ഇന്ന് റിലീസ് ചെയ്യും. ഇതുവരെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? പക്ഷെ എന്റെ ലൈഫിനകത്ത് പലതും അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇന്ന് നിനക്ക് വേണ്ടി അത് തുറന്നു വരും. പക്ഷെ നീ കീ ഉപയോഗിക്കേണ്ട മേഖലയിൽ കീ ഉപയോഗിക്കണം. കീ ഉപയോഗിക്കേണ്ട മേഖലകളിൽ കീ ഉപയോഗിക്കണം. റബ ഷെഖേരിയാന്തല. ഇന്ന് രാവിലെ ഈ സമയം മെയ് 1-ാം തീയതി ആത്മാവ് സഭയോട് ഇടപെടുന്നു. നീ നിന്നെ കഴിഞ്ഞ സീസണിൽ തകർക്കുമെന്ന് പറഞ്ഞതിന്റെ മുമ്പാകെ വെളിപ്പെടുത്താൻ പോകുക.
വെളിപ്പെടുത്താൻ പോകുക, വെളിപ്പെടുത്താൻ പോകുക, വെളിപ്പെടുത്തും. അങ്ങനെ തന്നെ ആത്മാവ് പ്രവചിക്കുക. നീ വെളിപ്പെടുത്തും, നീ നിന്നെ തന്നെ കാണിക്കും. നീ ആരാണെന്ന് നിന്നെ തന്നെ കാണിക്കും. ദൈവ നിയോഗത്താൽ, ദൈവശക്തിയാൽ, ദൈവ ആത്മാവിനാൽ നീ ആരാണെന്ന് വെളിപ്പെടാൻ പോകുക. റബ ഷഖേനിയംദല റീബാന ഹത്തല വൈഡമന ഗസിയംദൽ കമന. പൗലോസേ, നീ ആരാണെന്ന് വെളിപ്പെടും. 3 വർഷങ്ങൾ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. നീ നിന്നെ തന്നെ കാണിക്കാൻ സമയമായി. റബല ഹദുര ഘടകമന റബനിയാൻ ദൊൽക്കോബറോസിയാം പ്രബദന. യെസ്, വെളിപ്പെടും. എന്നാൽ നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന സമയങ്ങളിൽ ആമേൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷനുകൾ തുറക്കുകയാണ്. നിങ്ങളിപ്പോ മറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണോ? ഇന്ന് ദൈവം പ്രകൃതിയിൽ നിന്നുള്ള പ്രൊവിഷൻ തുറക്കുകയാണ്. അപ്പോൾ തന്നെ മനുഷ്യന്റെ ഫേവറുകൾ തുറക്കുകയാണ്. യേശു കർത്താവ് 30 വർഷങ്ങൾ ആമേൻ മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന സമയത്ത് യേശു കർത്താവിന് വേണ്ടത് മനുഷ്യരിൽ നിന്ന് തുറന്നു വരിക, ദൈവത്തിൽ നിന്ന് തുറന്നു വരിക. യെസ്. ഈ 2 തലങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ചാൽ അടുത്ത തലം ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. നീ കിടക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി നിന്നെ തട്ടി വിളിച്ച് നിനക്ക് വേണ്ടി സ്വർഗീയ ആഹാരം തരും. ശബലഘടകഥന. ഇത് ഭയങ്കര റിസൾട്ടിന്റെ ദിവസമാട്ടോ. ഈ പകൽ നിങ്ങൾ മറക്കരുത്. ഈ പകൽ ഒരു റിസൾട്ടിന്റെ ദിവസമാണ്. ഭയങ്കര ഫേവറുകൾ തുറക്കാൻ പോവുകയാണ്. അടഞ്ഞിരുന്ന ചില മേഖലകൾ തുറക്കാൻ പോവുകയാണ്. ചെറിയാനച്ച, അടഞ്ഞിരുന്ന മേഖലകൾ തുറന്നു വരിക കേട്ടോ. തുറന്നു വരിക. അടഞ്ഞിരുന്നത്, അടച്ചു കളഞ്ഞത് തുറന്നു വരിക. റാഷാറിയാന്തോറു ലേമ റഹത്തിയാം പ്രബദല ലിനാറജി. തുറന്നു വരിക. യെസ്. നീ നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ പകലിൽ, ഈ മെയ് 1 ഈ 2026 കർത്താവേ, ഈ 5ാമത്തെ മാസം ഭയങ്കര ഫേവറിന്റെ മാസമായി മാറട്ടെ. പ്രകൃതിയുടെ ഫേവർ, മനുഷ്യന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ, സ്പിരിച്വലത്തിന്റെ ഫേവറുകൾ. യെസ്. ലാൻഡുകൾ തുറക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടത് എന്താണോ, ഈ ഭൂമിയിൽ എന്താണോ ആവശ്യം, അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഇന്ന് തുറന്നു വരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇവരെ പ്രൊഫറ്റിക്കലി ഗൈഡ് ചെയ്യണം. നിയോഗപ്രകാരം ഗൈഡ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യണം. നിയോഗത്തോടെ ഇവർ കീകളെ ഉപയോഗിക്കാൻ തയ്യാറാകണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്താവെ കൂട്ടായ്മയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ ലീഡ് ചെയ്യുന്ന കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ആമേൻ. സമയം ഒരുക്കിയ കർത്താവിന്റെ ദാസി കുടുംബം, അപ്പോൾ തന്നെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ചെറിയ ബ്രദർ, എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള നന്ദിയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.